അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ യു എയുടെ പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ ശകലങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും ഖുർആനിൻ്റെ ഖുർആൻ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ചും ഖുർആൻ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്ന മഹിതമായ ആദർശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ സംസാരിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിശുദ്ധ ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ വാചകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അഥവാ ലോകത്ത് ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്, വേദഗ്രന്ഥങ്ങളായി അല്ലെങ്കിൽ പവിത്ര ഗ്രന്ഥങ്ങളായ ആളുകൾ മനസ്സിലാക്കുന്ന പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ആശയധാരകളുടെയും പല ചിന്തകളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു നിയമസംഹിതയായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ഒരു ആധാരമായി, പ്രമാണമായി അവർ കൊണ്ട് നടക്കുന്ന, അവർ കാണുന്ന, ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ദൈവിക ഗ്രന്ഥം, ദൈവം അവതരിപ്പിച്ച യഥാർത്ഥ വേദഗ്രന്ഥത്തെക്കുറിച്ച് അതെന്തിനാണ് എന്നും അതെങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നും ഒക്കെ ആ വേദഗ്രന്ഥം തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഒരു ശ്രദ്ധയെ ഞാൻ ഇന്ന് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നിരവധി ആയത്തുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബ എന്ന് പറയുന്ന അധ്യായത്തിലെ 46-ാമത്തെ വചനം, അത് സത്യം പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിന്റെ നേരിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു അവതരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ല. പക്ഷെ മൊത്തത്തിൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ മതത്തെയും ദൈവത്തെയും വേദഗ്രന്ഥങ്ങളെയും കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തയെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിനെ തട്ടി ഉണർത്തുന്നതെന്നും എന്ത് സമീപനമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് എന്നും നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു വചനമാണ്. എന്നാൽ മൊത്തത്തിൽ വിശുദ്ധ ഖുർആന്റെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണ്? നമുക്ക് ആ ഒരു വചനം, സൂറത്തു സബ എന്ന് പറയുന്ന ആ ഒരു അധ്യായത്തിലെ 46-ാമത്തെ വചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ അങ്ങ് ജനങ്ങളോട് പറയുക, ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ, നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നത്, നിങ്ങളോട് ഞാൻ നിർദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഒരൊറ്റ കാര്യം നിങ്ങളൊന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ, നിർവഹിച്ചാൽ അത് എത്രമാത്രം നിങ്ങൾക്ക് ഗുണകരമാകുമായിരുന്നു. എന്താണത്? അൻ തഖൂമു ലില്ലാഹി മസ്ന വ ഫുറാദ, നിങ്ങൾ ഒന്നുകിൽ രണ്ടാളുകൾ, നിങ്ങളും നിങ്ങളുടെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ മാറിയിരിക്കുക. ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേൽക്ക്, ഒന്ന് പിന്നെ ഊർജ്ജസ്വലരായി ഒന്ന് എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സുമ്മ തതഫക്കറു, പിന്നീട് നിങ്ങൾ ചിന്തിക്കുക. തഫക്കറ എന്ന അറബി പദത്തിനർത്ഥം ചിന്തിക്കുക എന്നാണ്. സുമ്മ തതഫക്കറു വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ ആവർത്തിച്ച് വന്ന ഒരു പദം കൂടിയാണ് ഫക്കറ, തഫക്കറ, അഥവാ ചിന്തിക്കുക, ആലോചിക്കുക, ഉറ്റാലോചിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥം വരുന്ന ഈ ഒരു പദം. വ്യത്യസ്തങ്ങളായ മറ്റു പദങ്ങളും ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപദേശം പ്രവാചകനോട് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് മറ്റേതെങ്കിലും ഒരു ഒരു ആശയ സംഹിതയോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളോ ഇങ്ങനെ പറയുന്ന വളരെ അപൂർവം ആയിട്ടുള്ളൊരു നിർദ്ദേശം, ഒരു ഉപദേശമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ചിന്തിക്കാനാണ്. വെറുതെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവിടുന്നും കുറേ കാര്യങ്ങൾ കേട്ടു, ഇവിടുന്നും കുറേ കാര്യങ്ങൾ കേട്ടു. പക്ഷെ അങ്ങനെയല്ല. അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച്, പ്രത്യേകിച്ച് പ്രവാചകന്മാർ നമുക്ക് നൽകുന്ന വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനങ്ങളുടെ, വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ ആദ്യമായി അതിനോട് കാണിക്കേണ്ട അവന്റെ ബാധ്യത എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ അത് സ്വീകരിക്കണോ തിരസ്കരിക്കണോ എന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നതാണ്. ചിന്തിക്കുക, ആലോചിക്കുക. എന്താണ് എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്രഷ്ടാവ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ സ്രഷ്ടാവ് നിയോഗിച്ച ആ സ്രഷ്ടാവിൻ്റെ ദൂതൻ എന്നോട് കൽപ്പിക്കുന്നത്, എന്നോട് പറയുന്നത്? എന്താണ് ഇതിലുള്ള ആദർശം? എന്താണ് ഇതിലുള്ള ആശയങ്ങൾ? എന്താണ് ഇതിൻ്റെ അർത്ഥതലങ്ങൾ എന്നതിനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക എന്നത് തന്നെയാണ് ഒരു മനുഷ്യനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഫലാ തതഫക്കറൂൻ, അവലം യതഫക്കറു, അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നിങ്ങനെയുള്ള അനവധി ഒരുപാട് ആയത്തുകളുടെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഈ ഒരു ആശയത്തെ മനുഷ്യ സമൂഹത്തിൽ, മനുഷ്യന്റെ ബുദ്ധിയിൽ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും ഒന്നാമത്തേതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഖുർആന്റെ അവതരണ ലക്ഷ്യങ്ങളിലൊന്ന്,
ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന്, ഖുർആൻ ഒരു ഒരു അറബി ഗ്രന്ഥം, അറബിയിൽ അവതരിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വേദഗ്രന്ഥം, അത് ഒരു മന്ത്രോച്ചാരണങ്ങൾ പോലെ അല്ലെങ്കിൽ കുറെ അറബി പദങ്ങൾ ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ ഉച്ചരിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പിന്നെ മനുഷ്യനിങ്ങനെ കാലം കഴിക്കുക എന്നതല്ല ഖുർആന്റെ അവതരണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതൊരു മതപരമായ ആരാധനയാണ്. അതിന് അതിൻ്റെതായ വശങ്ങളും അതിൻ്റെതായ പ്രതിഫലവും ഒക്കെ ദൈവത്തിന്റെ അടുക്കലുണ്ട്. പക്ഷേ എന്നാൽ ഖുർആൻ അവതരിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് കാണാം. കിതാബുൻ, ഈ ഒരു വേദഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, പ്രവാചകരെ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്ന, താങ്കൾക്ക് ഇറക്കി തന്ന ഈ ഒരു വേദഗ്രന്ഥം എന്ന് പറയുന്നത് മുബാറക്കുൻ, അത് അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ലിയദ്ദബ്ബറു ആയാതിഹി, ജനങ്ങൾ ഇതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, ഇതിലെ ആയാത്തുകൾ, ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഒരു വചനം, അതിനാണ് ആയത്ത് എന്ന് പറയുക. എന്നാൽ അതേ സമയം തന്നെ സൈൻ എന്നർത്ഥം വരുന്ന, അടയാളം എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ ദൃഷ്ടാന്തം അർത്ഥം വരുന്ന അതേ വാചകം കൂടിയ വാക്ക് കൂടിയാണ് ആയത്ത് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇതിലെ ആയത്തുകൾ, ഇതിലെ ദൃഷ്ടാന്തങ്ങൾ, ഇതിലെ വചനങ്ങൾ, അതിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാനും, വലിയ തദക്കർ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യർ, ഖുർആൻ ഒരുപാട് തവണ പ്രയോഗിച്ച ഒരു പദമാണ് ഉലുൽ അൽബാബ് എന്നുള്ള പദം. അത് ലുബ് എന്ന അറബി പദത്തിൽ നിന്നാണ് അത് വരുന്നത്. ലുബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ കാമ്പിനെയാണ് ലുബ് എന്ന പദം സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഏറ്റവും കാതലായ വശം. അപ്പോൾ ലുബുള്ളവർ, ലുബിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അറബിയിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുമ്പോൾ അതിനർത്ഥം ഒരു മനുഷ്യന്റെ ഏറ്റവും, അവന്റെ അകക്കാമ്പ്, അവന്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് അവന്റെ ബുദ്ധിയാണ്, അവന്റെ വിവേചന ശേഷിയും അവന്റെ ആലോചിക്കാനുള്ള ശേഷിയും ഒക്കെയാണ്. അപ്പോൾ ബുദ്ധിയുള്ളവർ, തലയിൽ ആൾതാമസമുള്ളവർ എന്ന് നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. അപ്പോൾ ഉലുൽ അൽബാബുകളായ ആളുകൾ, അവർക്ക് കാര്യങ്ങൾ, അവർക്ക് ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ജീവിതത്തെ ഇതുവരെ ശരിയായ രൂപത്തിലല്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഖുർആൻ അവതരിച്ചതും ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഖുർആനിലെ ആശയാദർശങ്ങൾ പഠിക്കുന്നതും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുന്നതും അത് മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നതും ഗവേഷണങ്ങൾ നടത്തുന്നതും ഒരു മനുഷ്യനെ ശരിയായ നേരായ പാതയിലേക്ക് നയിക്കും. അതുകൊണ്ട് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വിപ്ലവ കാലത്ത് എന്താണ് പറയുക, ഒരു നോളജിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷനുകളുടെ ഒരു അബണ്ടന്റ് ആയ ഒരു കുത്തൊഴുക്ക്, ആ ഒരു കുത്തൊഴുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് മനുഷ്യരിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്, മനുഷ്യൻ നോളജ് എന്ന് പറയുന്നതിന് ശരിയായി മനസ്സിലാക്കുന്നില്ല. കുറേ ഇൻഫർമേഷനുകൾ മനുഷ്യന് ലഭിക്കുന്നു, കുറെ ഡാറ്റകൾ മനുഷ്യന് മുമ്പിലൂടെ കടന്നു പോകുന്നു. അതിങ്ങനെ ദിവസേന അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും അതിങ്ങനെ അവന്റെ കൺമുമ്പിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു എന്നല്ലാതെ എന്താണ് ഞാൻ അതിൽ നിന്ന് അക്വയർ ചെയ്യേണ്ടത്, എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത് എന്നതിനെ കുറിച്ച് ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യ സമൂഹം ആലോചിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് പുരോഗതി നേടുന്ന സമൂഹങ്ങളായിരുന്നാലും മാനവരാശി മൊത്തത്തിൽ അതിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും വളരെ ലളിതമായ മാനവിക, ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളുടെ വിഷയത്തിൽ അവൻ പുറകോട്ട് പോകുന്നതും പിന്നെ അധപ്പതിച്ച് മനുഷ്യ സമൂഹങ്ങൾ പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. എത്ര വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യരായിരുന്നാലും വലിയ വലിയ ബിരുദങ്ങളുടെ അക്ഷര കൂട്ടങ്ങൾ പേരിന് പിന്നിൽ തുന്നിച്ചേർത്ത ആളുകളായിരുന്നാലും പലപ്പോഴും അവരുടെ വ്യക്തി ജീവിതത്തിലും മാതാപിതാക്കളുള്ള ഇടപെടലുകളിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ അവർ വളരെ വലിയൊരു പൂജ്യമാണ് എന്ന് പിന്നീട് മനസ്സിലാവുന്നതൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പം മനുഷ്യൻ എന്താണ് നേടിയെടുക്കുന്നത് എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്, മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വെറുതെ പാരായണം ചെയ്തു പോകാനുള്ള ചില സംഗതികളായിട്ടല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ മതപരമായ കൽപ്പനകളുണ്ട്, ദൈവികമായ നിർദ്ദേശങ്ങളുണ്ട്, വിലക്കുകളുണ്ട്. അത് ഖുർആന്റെ ഒരു വശമാണ്. അതേസമയം ഖുർആനിൽ മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, മനുഷ്യനെ സ്വയം നന്നാക്കുന്ന, അവന്റെ ഹൃദയത്തോട് സംവദിക്കുന്ന, അവന്റെ ജീവിതത്തെ അടിമുടി ശുദ്ധീകരിക്കാൻ, വിമലീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും തത്വങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആനിൽ മുൻകാല പ്രവാചകന്മാരുടെയും മുൻകാല സമൂഹങ്ങളുടെയും ചരിത്രങ്ങളുണ്ട്. അവർ അവർക്കുണ്ടായിരുന്ന, ഒരുപക്ഷെ ഇന്നത്തെക്കാളും അല്ലെങ്കിൽ പിന്നീട് വരുന്ന മനുഷ്യൻ വലിയവനാണെന്ന് ധരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കൈക്കരുത്തും അല്ലെങ്കിൽ കായികമായ ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ കടന്നുപോയതും, അവർ പ്രവാചകന്മാരോട് സ്വീകരിച്ച സമീപനങ്ങളും, അവർ ദൈവത്തിന്റെ കൽപ്പനകൾ ധിക്കരിച്ചതും, അതിന് അവർക്കുണ്ടായ പരിണിത ഫലങ്ങളും ഒക്കെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പോലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പലതരത്തിലുള്ള ആധുനികമായി പലപ്പോഴും കാലം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യമാവുന്നതോ ഒന്നും
നമ്മൾ കാണുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ, പ്രത്യേകിച്ചൊരു ഖുർആന്റെ അനുയായി, ഒരു ഒരു മുസ്ലിം, ഒരു വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ വെറുതെ പാരായണം ചെയ്തു പോവുക എന്നതല്ല ഖുർആന്റെ ലക്ഷ്യം. അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക എന്നത് തന്നെയാണ് അതിന് പിന്നിലുള്ള അതിന്റെ അവതരണത്തിന് പിന്നിലുള്ള ലക്ഷ്യം. അത് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ്. ഖുർആൻ തന്നെ ചോദിക്കുന്നത് കാണാം, അഫലാ യതദബ്ബറൂന ഖുർആൻ. എന്താണ് അവർ ഖുർആനെ കുറിച്ച്, ഖുർആനിൽ അവർ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവരുടെ ഹൃദയങ്ങളിൽ ആരെങ്കിലും താഴിട്ട് പൂട്ടിയത് കൊണ്ടാണോ അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? സമാനമായി മറ്റൊരു സ്ഥലത്തിൽ കാണാം, അഫലാ യതദബ്ബറൂന ഖുർആൻ. ഖുർആനെ കുറിച്ച് അവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരെന്തുകൊണ്ട് ഉറ്റാലോചിക്കുന്നില്ല? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്. അത് യഥാർത്ഥ സ്രഷ്ടാവായ ഈ ലോകത്തിന്റെ നിയന്താവായ ദൈവത്തിൽ നിന്ന്, യഥാർത്ഥ ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഉള്ളതല്ലായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ ഖുർആനിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു, അവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഖുർആനെ കുറിച്ച് പഠനം നടത്തുന്ന എത്രയോ ആളുകൾ നൂറ്റാണ്ടുകളായി, പ്രവാചക ജീവിത കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ന് വരെയും നീണ്ടു നിൽക്കുന്നതാണ് ഖുർആനെതിരെയുള്ള വിമർശനങ്ങളും ഖുർആനെതിരെയുള്ള ആക്ഷേപങ്ങളും എന്ന് പറയുന്നത്. പക്ഷെ ഒന്നുപോലും യഥാർത്ഥത്തിൽ ഖുർആന്റെ പിന്നെ ശരിക്കും ഖുർആനിൽ ഇന്നൊരു കാര്യം അത് വൈരുദ്ധ്യമാണെന്നോ അത് തെറ്റാണെന്നോ തെളിയിക്കാൻ ഒരു കാലത്തും മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായ മറുപടികൾ ഈ ആധുനിക കാലത്ത് പോലും ഖുർആനെതിരെ വരുന്ന വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ കൃത്യമായ മറുപടികൾ പിന്നെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരും പ്രബോധകന്മാരും നിർവഹിക്കാൻ നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ട് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? അത് ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് പോലും ഒരു മനുഷ്യൻ, ഒരു 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 സാധാരണ ഒരു സാഹിത്യ സൃഷ്ടി നടത്തുന്ന ഒരു മനുഷ്യൻ, അയാൾ നടത്തുന്ന ചെറിയ സാഹിത്യ സൃഷ്ടികളിൽ പോലും മനുഷ്യനാണെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാം. ചിലപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ തുടക്കവും അവസാനവും തമ്മിൽ, അല്ലെങ്കിൽ അതിനുള്ളിലുള്ള കാര്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോഴേക്കും അതിന്റെ പിന്നെ പിന്നെ അതിന്റെ ഒരു പിന്നെ ആവശ്യകത നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ, ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം യോജിക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും പുസ്തകങ്ങളും അതുപോലത്തെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടാറുള്ളത്. പക്ഷെ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ട് 14 നൂറ്റാണ്ടുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഈ ഒരു കാലത്തും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അതിലെ ആശയങ്ങൾക്കോ അതിലെ ഏതെങ്കിലും ഒരു വചനത്തിന്റെ പോലും അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കണമെന്നോ, അല്ലെങ്കിൽ പിന്നെ അത് ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്നില്ല എന്നുമോ യുക്തിപരമായി സ്ഥാപിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. പല ആളുകളും പലതരത്തിലുള്ള വിമർശനങ്ങളായി പലതും ഉന്നയിക്കാറുണ്ട്. ഖുർആൻ പ്രാകൃതമാണെന്നും ഇസ്ലാം മതം തന്നെ എത്രയോ നൂറ്റാണ്ട് മുൻപുള്ളതാണെന്നൊക്കെ പറയും എന്നല്ലാതെ യുക്തിപരമായി വസ്തുനിഷ്ഠമായ ഇന്നൊരു കാര്യം അത് ഖുർആനിൽ അത് തെറ്റാണ്, അത് യോജിക്കാത്തതാണ്, അതൊരു തിന്മയാണ്, അത് ശരിയായില്ല എന്ന് സ്ഥാപിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നില്ല. ഖുർആനിനുള്ളിൽ തന്നെ ഖുർആൻ പരാമർശിച്ച കാര്യങ്ങളെയും തെളിവുകളെയും ദൃഷ്ടാന്തങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് അത് തെറ്റാണെന്നോ അത് തെറ്റിപ്പോയെന്നോ സ്ഥാപിക്കാൻ ആർക്കും കഴിയുന്നില്ല. അപ്പൊ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും വിശുദ്ധ ഖുർആൻ ദൈവത്തിൽ നിന്നുള്ള തെളിവാണ്. ദൈവത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ ഖുർആനെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നതാണ് ഖുർആൻ തന്നെ മാനവരാശിയോട് ചോദിക്കുന്ന ഒരു കാര്യം. മുൻകാല സമൂഹങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ചപ്പോൾ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്, അഥവാ യഥാർത്ഥത്തിൽ വേദഗ്രന്ഥം കയ്യിലുണ്ടായി, വേദഗ്രന്ഥം അവരുടെ മുമ്പിലുണ്ട്. മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്രഷ്ടാവ് അവർക്ക് നൽകിയ ഒരു മാനുവൽ, ഒരു യൂസർ മാനുവൽ, എങ്ങനെയാണ് മാനവകുലം മുന്നോട്ട് ചലിക്കേണ്ടത് എന്നും ശരിയായി എങ്ങനെ ജീവിക്കേണ്ടത് എന്നും എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത് എന്നുമുള്ള കൃത്യമായ ഈ ഒരു മാർഗ്ഗരേഖ അവരുടെ മുമ്പിലുണ്ട്. ഇത് പിന്നെ കയ്യിലുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഇത് ആലോചിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ അവതരണ ലക്ഷ്യം തന്നെ ചിന്തിക്കാതെ ഇതൊരു വെറും ഒരു പുസ്തകമായി മാത്രം കാണുന്ന സമൂഹം മുൻകാല സമൂഹങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ പല സമൂഹങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂചിപ്പിച്ചത് ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ എന്നാണ്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഒരു അസ്ഫാറുകൾ, ഏടുകൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഒരു കഴുതയെ പോലെയാണ് മുൻകാല സമൂഹങ്ങളിൽ, അഥവാ തൗറാത്ത് എന്ന് പറയുന്നത് ബനൂ ഇസ്രായേലുകാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ്. തൗറാത്ത് അവരുടെ കയ്യിലുണ്ട്. അതവർ വെറുതെ അതിലുള്ള ആശയാദർശങ്ങളെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അല്ല അവരതിനെ ഉപയോഗപ്പെടുത്തിയത്. അവർ വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കുക, വഹിക്കുക എന്നതല്ലല്ലോ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മുസ്ലിം ആകട്ടെ അല്ലാത്തൊരാളാകട്ടെ ഖുർആൻ മനുഷ്യരോട് പിന്നെ കൽപ്പിക്കുന്നതും ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നതും നിങ്ങൾ വെറുതെ കാര്യങ്ങൾ കേൾക്കാതെ, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മന്ത്രോച്ചാരണം പോലെ, അല്ലെങ്കിൽ കുറെ അറബി പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു കവിതകൾ പോലെ ആലപിക്കാനോ അല്ലെങ്കിൽ പാരായണം ചെയ്യാനോ പിന്നെ ഉള്ളതല്ലല്ലോ ഖുർആൻ. അപ്പോൾ ഖുർആൻ അങ്ങനെ മനസ്സിലാക്കാതെ ഖുർആൻ എന്താണ് പറയുന്നത്,
എന്നോട് ഖുർആൻ എന്താണ് പറയുന്നത്? എന്നെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ സൃഷ്ടാവ് എന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് പോലെ ഇന്ന ഫീ ദാലിക ലദിക്റ, ഈ പറഞ്ഞ കാര്യത്തിൽ തീർച്ചയായും ലദിക്റ, ഓർമ്മപ്പെടുത്തലുണ്ട്, ഉത്ബോധനമുണ്ട്. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഹൃദയമുള്ളവൻ അഥവാ ചിന്തിക്കുന്നവന്, ആലോചിക്കുന്നവന്, ബുദ്ധിയുള്ളവന്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ഹൃദയ സാന്നിധ്യത്തോടു കൂടി കേൾക്കുന്നവന്, ഈ ഇവർക്കൊക്കെ അഥവാ സീരിയസ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരു മനുഷ്യൻ തയ്യാറാണെങ്കിൽ ആ മനുഷ്യനുള്ളതെല്ലാം വിശുദ്ധ ഖുർആൻ, ഈ ദൈവത്തിന്റെ വേദഗ്രന്ഥം മനുഷ്യന് നൽകുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആ ഒരു ഉത്ബോധനമാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ കേൾക്കുന്ന UAയുടെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ തന്നെ വീഡിയോകളിൽ നമ്മൾ ഒരുപാട് ഖുർആന്റെ അധ്യാപനങ്ങൾ, ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു സീരീസിൽ തന്നെ നമ്മൾ ഖുർആൻ ശകലങ്ങൾ, ഖുർആനിലെ ഒരു പക്ഷേ ഒരു മുഴുവൻ ആയത്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വചനത്തിന്റെ ഒരു ശകലമായിരിക്കാം, അതിനെ അനുബന്ധമായി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത്രമാത്രമാണ് ഈ ഖുർആന്റെ ഈ ഒരു നിർദ്ദേശം പോലെ, കൽപ്പന പോലെ ഇത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കുറച്ചു നേരം ഖുൽ ഇന്നമ അയദുക്കും ബിവാഹിദ, പ്രവാചകരെ അങ്ങ് പറയുക, ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അൻ തഖൂമു ലില്ലാഹി മസ്ന വ ഫുറാദ സുമ്മ തതഫക്കറു, ഒറ്റക്ക് അല്ലെങ്കിൽ ഒരു ഉറ്റ സുഹൃത്തുമായി ചേർന്നിരുന്നു. അത് ഇത് വിശദീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാം. നമുക്കറിയാമല്ലോ, ഒരു ക്രൗഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മാക്സിമം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനോട് കൂടി അവൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും സ്വന്തം കാര്യങ്ങളെക്കുറിച്ചും അവന് ചിന്തിക്കാൻ പറ്റുന്ന ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഇനി അതല്ലെങ്കിൽ മാക്സിമം പോയാലും ഒരു ഉറ്റ സുഹൃത്ത്, നമ്മളോട് ഗുണകാംക്ഷയുണ്ട്, നമുക്ക് മനസ്സിലാക്കുന്ന, നമുക്ക് കാര്യങ്ങളൊക്കെ ഫ്രീ ആയി ഷെയർ ചെയ്യാൻ പറ്റുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന, നമ്മളെ തെറ്റിദ്ധരിക്കാത്ത, നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ചർച്ച കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരാളെയും കൂടി കൂട്ടി ചിന്തിക്കുക, തഫക്കറു, ചിന്തിക്കുക എന്നതാണ് ഖുർആൻ നമ്മളോട് നൽകുന്ന ആഹ്വാനം. അപ്പോൾ ഈ ഒരു അധ്യാപനം അത് വിശുദ്ധ ഖുർആന്റെ അവതരണം പോലെ തന്നെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, മാനവരാശിക്കുള്ള ഈ ഒരു വേദഗ്രന്ഥം, ഈ നൽകുന്ന നിർദ്ദേശം അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചു നോക്കുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതേക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും കൂടുതൽ ഗവേഷണാത്മകമായി പഠനങ്ങൾ നടത്താനും നമ്മൾ സമയം വിനിയോഗിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.